we all together gave it up for നമ്മുടെ സ്വന്തം ആശാൻ. Please all of you നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ ഒരിക്കൽ കൂടി നല്ലൊരു കൈയടി ആവാം. Thank you so much. Thank you. Well, now requesting the cast and crew of the movie to kindly take a seat. സിനിമയുടെ also from media side നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് സ്റ്റാർട്ട് അതുകൊണ്ട് ചെയ്തതാണ്. ഓൾസോ മ്യൂസിക് ആണ് ഇപ്പം പറയാം. ഇപ്പം താങ്കൾ ആദ്യമായിട്ടാണ് സിനിമയിൽ മ്യൂസിക് ഡയറക്ഷൻ കൂടെ ചെയ്യുന്നത്. ഇപ്പം ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള സോങ്സ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത് താങ്കൾ ഇതിനകത്ത്. അപ്പോൾ അത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം മ്യൂസിക്കോട് ഓൾസോ താങ്കൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ താങ്കൾക്ക് തന്നെ ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് എൻ്റെ കഴിഞ്ഞ 2 സിനിമയും വിഷ്ണു വിജയാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് സംഗീത കോളേജിൽ. ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോൾ ഞാൻ സിനിമ എഴുതുകയും കൂട്ടത്തിൽ തന്നെ എനിക്കൊരു ഹാർമോണിയം പെട്ടിയൊക്കെ ഉണ്ട്. ഞാൻ അതിലൊക്കെ വെച്ചിട്ടൊക്കെ ചിലപ്പോൾ എഴുതുക. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ എഴുതിയ കൂട്ടത്തിൽ ചെയ്ത പാട്ടുകളാണ് ഇതെല്ലാം. ആ സീനുകൾ എഴുതുമ്പോൾ എനിക്ക് തോന്നിയ പാട്ടുകൾ അല്ലെങ്കിൽ എനിക്ക് തോന്നിയ മ്യൂസിക് ചെയ്യണം. അപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് വെക്കുകയും അതിനെ എഴുത്ത് കഴിഞ്ഞിട്ട് അതിനെ ഇംപ്രൂവൈസ് ചെയ്യുകയും ചെയ്തപ്പോഴത്തേക്കിന് പാട്ടുകളായതാണ്. ഇനി ഞാൻ ഇതുപോലൊരു കഥ ഒരു മ്യൂസിക് ഡയറക്ടറുടെ അടുക്ക പോയിട്ട് ഇത് മുഴുവൻ അയാളെ കൺവിൻസ് ചെയ്ത് ഇത്രയും പാട്ടുകൾ അയാളിൽ നിന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ ഭയങ്കര തിരക്കാണ്. ആക്ച്വലി അവരുടെ കയ്യിൽ നിന്ന് പാട്ടുകൾ കിട്ടാനും ഭയങ്കര പാടാണ്. അവർ ഒരേ സമയം ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കിരുന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ കൺവേ ചെയ്തെടുക്കാനായിട്ട് ഈ നേരം ഉണ്ടായില്ല. അത് തന്നെയാണ് പ്രധാന കാര്യം. പിന്നെ ഞാൻ ചെയ്ത പാട്ടുകൾ നിങ്ങൾ കേട്ടില്ലേ, അത് കൊള്ളാമെന്ന് ആദ്യം ജഡ്ജ് ചെയ്യേണ്ട ആൾ ഞാനാണ്. എനിക്കിത് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ടും മറ്റുള്ളവരത് പാടും എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ടുമാണ് ആ പാട്ട് ഞാൻ മ്യൂസിക് ഡയറക്ടറാകാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ അജീഷിനെ പോലത്തെ ഒരു കലക്കം മ്യൂസിക് പ്രൊഡ്യൂസർ എനിക്ക് കിരണാണ്. അജീഷ് പറഞ്ഞു, കിരൺ ദാസ് എഡിറ്റർ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, എടാ ഞാനൊരു പയ്യനെ അങ്ങോട്ട് വിട്ടു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പാട്ടിൻ്റെ കൂടെ എനിക്കൊരു പയ്യനെ വേണം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ വേണ്ടിയാണ് എന്നെ സജസ്റ്റ് ചെയ്തത്. പക്ഷേ പുള്ളി വന്നതിൻ്റെ അടുക്കൽ എൻ്റെ കൂടെ അങ്ങ് വന്ന് നിന്നു. ഞങ്ങൾക്കൊക്കെ നേരത്തെ അറിയാവുന്ന പിള്ളേരൊക്കെ തന്നെ അജീഷിനൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ വന്ന് താമസിച്ച് ഞാൻ കുഞ്ഞിക്കവളുടെ ഈ പറഞ്ഞ ട്യൂൺ മൂളിക്കൊടുത്തു. അത് ചുമ്മാ ഒന്ന് റെക്കോർഡ് ചെയ്തു. ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ കേൾക്കുന്ന ആ പാട്ടിൻ്റെ ഒരു രൂപത്തിലേക്ക്, ലിറിക്സ് ഇല്ല, വിനായകൻ എൻട്രി ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യം പറഞ്ഞു. അത് മനോഹരമായിട്ട് ഞാൻ ആ പാട്ട് കേട്ടപ്പോൾ ഞാൻ തന്നെ തീരുമാനിച്ചു അത് കൊള്ളാലോ. അപ്പോൾ അജീഷ് തന്നെ മുഴുവൻ പടവും ചെയ്യട്ടെ എന്ന് അന്ന് രാത്രി തീരുമാനിക്കായിരുന്നു. കുഞ്ഞിക്കവൾ അത്രയും മനോഹരമായിട്ട് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കിനാണ് എനിക്ക് മനസ്സിലായത് അജീഷ് തന്നെ ഫുൾ സിനിമയിലേക്ക് വരണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ മ്യൂസിക് ഒരുപാട് മ്യൂസീഷ്യൻസ് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസും അവരുടെയൊക്കെ ലൈഫും അവരുടെ വളർച്ചയും താഴ്ചയും അവരുടെ പാട്ടുകളും ഹിറ്റുകളും എല്ലാം കണ്ട് വളർന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പണ്ടൊരു സ്റ്റുഡിയോയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് പണ്ട് മുതലേ അറിയാവുന്നത് കൊണ്ട് അങ്ങ് തീരുമാനിച്ചത്രേ ഉള്ളൂ. വർക്കല്ലേ? വളരെ നല്ല സോങ് ആയിരുന്നു. കാരണം ഞങ്ങൾ കുറേ ദിവസം ഇങ്ങനെ പാടി ഒരുപാട് റീലിനകത്തൊക്കെ ഈ സോങ് ആഡ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ടച്ചിങ് ആണ് ഈ സോങ്. താങ്ക് യു. നിങ്ങൾക്ക് ഞാൻ കണ്ടു കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഓൺലൈനിലും മുഴുവനും ഈ പാട്ടും ഈ സിനിമയിലെ പാട്ടുകളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളും ന്യൂസുകളും ഒക്കെ കാണാറുണ്ട്. അടിപൊളി. താങ്ക് യു. Thank you so much. And sorry for interrupting. We have yet another very special person to invite. Suraj Santosh is here. നമുക്ക് വേണ്ടിയിട്ട് നല്ല മനോഹരമായിട്ട് ഈ സോങ് പ്രസന്റ് ചെയ്ത സൂരജും ഇന്ന ദിവസം എത്തിച്ചേർന്നിട്ടുണ്ട്. റിക്വസ്റ്റിംഗ് യു ടു കൈൻഡ്ലി ജോയിൻ. സൂരജ് സിനിമയുടെ ലാസ്റ്റ് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. മമ്മൂക്കയാണ് ട്രെയിലർ ലോഞ്ചിനും മമ്മൂക്ക വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസൻസ് എത്രമാത്രം ഉണ്ട് ശരിക്കും സിനിമ? അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അത് ഞാനൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അതായത് മമ്മൂട്ടിയുടെ സൗണ്ട് അവിടെ വന്നാൽ അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി കണക്റ്റഡ് ആയിരിക്കും, നമ്മൾ പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചും കൂടി എല്ലാവരിലേക്കും എത്തും. അപ്പോൾ
എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മമ്മൂക്കാൻ്റെ അടുക്ക പോയത്. ഞാൻ ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുത്തു, ഒന്ന് പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ മമ്മൂക്ക അത് എനിക്ക് ആ ഡയലോഗ്സ് അല്ലെങ്കിൽ അത് പറഞ്ഞു തന്നു. അതുകൊണ്ട് ആ ഒരു ഡിസ്കഷന് ശേഷമായിരിക്കാം മമ്മൂക്ക ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണം എന്നൊരു ഒരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവാം. അദ്ദേഹം വന്നു, ഈ സിനിമയെ സപ്പോർട്ട് ചെയ്തു. ഇപ്പം ഈ സിനിമ എല്ലാവർക്കും കാണാനായിട്ടുള്ളൊരു താല്പര്യത്തിലാണ് ഇപ്പം എല്ലാവരും ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഗപ്പിയൊക്കെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാൻ, പക്ഷെ പറ്റിയില്ലായിരുന്നു. ഇപ്പം മമ്മൂക്ക അത് പറഞ്ഞപ്പോൾ അത് ആ സിനിമ എല്ലാവരിലേക്കും ആ ഒരു 2 വരിയിൽ എല്ലാവരിലേക്കും എത്തി. അതാണ് ദൈവാനുഗ്രഹം, ഭാഗ്യം. പിന്നെ ബ്രോ, ഈ അസിസ്റ്റന്റ് ആയിട്ട് തുടങ്ങിയ ആളാണ്, അപ്പോൾ ഒരുപാട് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടാവും. ശരിക്കും റിയൽ ലൈഫിൽ ഒരുപാട് റെഫറൻസുകൾ എടുത്തിട്ടുണ്ടെന്ന് അറിയാം. ശരിക്കും അതിൻ്റെ ഒരു, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കഥ തുടങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഫസ്റ്റ് തോട്ട് തുടങ്ങുമ്പോൾ തന്നെ ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാക്കി വെക്കണം എന്നുള്ള തോട്ട് എങ്ങനെയായിരുന്നു? അല്ല, അങ്ങനെ അതിനുവേണ്ടി പർപ്പസ്ഫുള്ളി ഒന്നും ചെയ്തില്ല. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള സിനിമകളിലെ കുറേ കഥകൾ ഇതിനകത്ത് വന്നു പോയിട്ടുണ്ട്. എല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതൊന്നുമല്ല, പക്ഷേ ഞാൻ കേട്ട കുറേ കഥകളും ഒക്കെ ഇതിനകത്ത് ഭയങ്കര ഫണ്ണായിട്ട് ഫാൻറ്റസി ആയിട്ടൊക്കെ നമ്മൾ കാണിച്ചേക്കുവാണ്. ഇതിന് ഭയങ്കര സിനിമയ്ക്കകത്തെ മറ്റേ റിയലിസ്റ്റിക് എല്ലാം കൂടി വലിച്ചു വാരി നമുക്ക് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്താണ് വാക്കുകളൊക്കെ ചിലതൊക്കെ മാറ്റിയൊക്കെ പറഞ്ഞ് പ്രോപ്പറായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സിനിമയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തപ്പോൾ ചില ഫൗൾ ഡയലോഗുകളും ലാംഗ്വേജൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അത് വേണം, അതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് കംപ്ലീറ്റ് ആവത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ്. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അവരല്ലേ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരല്ലേ ഡയറക്ടേഴ്സ് ആവുന്നത്. സോ ആരെങ്കിലുമൊക്കെ ഈ ഇമോഷനും കൂടിയൊക്കെ ഒരിടത്തും ഒരു വിലയില്ല. അസിസ്റ്റന്റ് ഡയറക്ടർ വീട്ടിലും ഇല്ല, നാട്ടിലും ഇല്ല, കുടുംബത്തും ഇല്ല. അപ്പോൾ അവരെയൊക്കെ കേന്ദ്രപദാർത്ഥമാക്കി ഒരു സിനിമയൊക്കെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അതിൻ്റെ പെയിനൊക്കെ അനുഭവിച്ചിരിക്കുന്ന ആർക്കേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്താ. ജോൺ, ഈ രോമാഞ്ചം കരിയറിൽ വലിയ ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ ഇത് ശരിക്കും ഒരു ആക്ടറായിട്ട് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി ഹ്യൂമറല്ലേ, അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എങ്കിലും ചെയ്യാൻ പറ്റി. ജോമോൻ ഒരു ആവേണ്ട ആളാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ജോമോനെ കാസ്റ്റ് ചെയ്തതാണ്. അതുമാത്രമല്ല, ജോമോൻ എത്രയോ തരം ഇമോഷൻസാണ് ഈ സിനിമയിൽ. ജോമോൻ്റെ കഥാപാത്രം ഫണ്ണുണ്ട്, കരയുന്നുണ്ട്, നന്നായിട്ട് ചിരിപ്പിക്കുന്നുണ്ട്. അതൊന്നും ഇപ്പോഴത്തെ കഥാപാത്രങ്ങൾ ഇച്ചിരി കുറവാണ് പലപ്പോഴും സിനിമകളിൽ. അപ്പോൾ അത് ജോമോനെ കൊണ്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇവരെയൊക്കെ തിരഞ്ഞെടുത്തത് ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ തിരഞ്ഞെടുത്ത സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഗപ്പി ചെയ്യുമ്പോൾ ടൊവിനോ നായകനാവുന്ന ആദ്യ സിനിമയായിരുന്നു. അപ്പോൾ ഞാൻ അമ്പിളി ചെയ്യുമ്പോൾ സുഡാനി റിലീസ് ചെയ്യാൻ പോകുമായിരുന്നു. അങ്ങനെയൊക്കെ എന്തൊക്കെയോ കണക്ഷൻ അത് തുടക്ക സമയം തന്നെയായിരുന്നു സെർവൻ ചെയ്തത്. അപ്പോൾ ചെയ്യിപ്പിച്ചെടുക്കാം എന്നൊരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് നമ്മൾ ആ തീരുമാനം എടുക്കുന്നത്. പലപ്പോഴും അത് വർക്കാവാതിരിക്കും. പക്ഷേ ഈ സിനിമയിൽ എനിക്കതെല്ലാം വർക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും പെരുമ്പള്ളി, ഇപ്പോഴും പെരുമ്പള്ളിക്ക് ഡൗട്ടാണ് എങ്ങനെയാണ് എന്നെ കാസ്റ്റ് ചെയ്തെന്നാണ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് പറഞ്ഞുകൂടാ. അതൊക്കെ സംഭവിച്ചു, അത്രേ ഉള്ളൂ. ഇന്ദ്രൻ ചേട്ടാ, ഇവിടെ എനിക്കൊന്ന് സിനിമ ഇറങ്ങുമ്പോൾ കേരളക്കരയുടെ മൊത്തം ആശാരാവും ഇന്ദ്രൻ ചേട്ടനും തോന്നുന്നു.
ഇവിടെ സ്ട്രൈറ്റ് നേരെ. ആ ഓക്കെ. ഗംഭീര സിനിമയായിരുന്നു ചേട്ടാ, കണ്ട് ഒരുപാട് കണ്ണ് നിറഞ്ഞ് ഒരുപാട് ചിരിക്കാൻ പറ്റി. നല്ലൊരു സിനിമ തന്നതിന് ഞങ്ങൾ താങ്ക്സ് പറയാണ്. അപ്പൊ എങ്ങനെ ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് എനിക്കത് വേറൊരാള് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം വർക്കാവുന്ന പോലും അറിയത്തില്ല. അപ്പൊ ഈ ആ ഒരു സ്ട്രഗിളിങ്, അല്ലെങ്കിൽ നമ്മള് ചേട്ടൻ പറയുന്നുണ്ട് ആ സിനിമയുടെ ഡയലോഗ് ഉണ്ട്, 10 കൊല്ലം മുമ്പ് ഞാൻ ഓടിയതാണ്. ഒരു ഏതൊരു സിനിമാക്കാരനും അങ്ങനെ ഒരു കഥ പറയാനായിട്ടുണ്ടാവും. ഇന്ന് വന്ന വഴിയിലൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ദ്രൻസ് എന്ന നടനെ സംബന്ധിച്ച് എത്രത്തോളം സ്ട്രഗ്ലിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്? എവിടെയൊക്കെ ഒരു ബന്ധമുള്ളത് പോലെ തന്നെ തോന്നും. ഞാൻ കുറേ ആഗ്രഹിച്ചു, ഞാൻ ഇങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓടി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചെയ്തു പോകുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ എനിക്ക് അതുമായിട്ട് ബന്ധമുണ്ടല്ലോ എന്ന് തോന്നിപ്പോകും. അതായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്തത് ഒരു പക്ഷേ ഞാൻ ഇത്തിരി എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, എന്നെ കൊണ്ട് ചെയ്യിക്കാൻ ഇദ്ദേഹം കുറച്ച് പണിയെടുത്തിട്ടുണ്ട്. അതുപോലെ വേറൊരാളെ ചിലപ്പോൾ വേറൊരു രീതിയിൽ അത് കണ്ടേക്കാം. എനിക്ക് കിട്ടിയപ്പോൾ എനിക്കൊരു ആർത്തി തോന്നി, സന്തോഷം, കാര്യങ്ങളൊക്കെ. എനിക്കൊക്കെ അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ, അങ്ങനെ ഒരു വേഷമൊക്കെ. നമ്മളൊരു പരിമിതികളൊക്കെ ഉണ്ടല്ലോ, അതാണ്. എനിക്ക് മലയാള സിനിമ ഇന്ദ്രൻസ് തന്നെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ നല്ല കഥാപാത്രങ്ങൾ തേടി വരാനായിട്ട് അല്ലെങ്കിൽ ഒരു കഥാപാത്രം ഇപ്പോൾ ആലിക്കാണ് ഫസ്റ്റ് ഇന്ദ്രൻസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതൊരു വലിയൊരു അംഗീകാരമായിട്ട് ഞങ്ങൾ കാണുന്നു. ഞങ്ങൾ മലയാള സിനിമയിൽ വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നു. അതുപോലെ ഇന്ദ്രൻസ് ചേട്ടാ, ഇപ്പോൾ നമ്മുടെ ട്രെയിലർ വന്നിട്ട് സമയത്ത് മമ്മൂക്ക, അതായത് പല സിനിമകളും തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്ത് കാണാതെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല സിനിമകളാണ് തിരിച്ചറിയാതെ പോകുന്നുണ്ട്. പക്ഷെ അന്ന് മമ്മൂക്ക എടുത്തു പറഞ്ഞ 2 സിനിമകളുണ്ട്, കുട്ടന്റെ ശിനിഗാമി, ജലധാര പംസെറ്റ്. അപ്പൊ മമ്മൂക്ക ആ പടങ്ങളെല്ലാം കണ്ട് ഇന്നത്തെ ഓർത്ത് വെച്ച് പറയാന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമില്ല. അപ്പൊ ചേട്ടൻ എന്തായിരുന്നു ആ സമയത്ത് ഫീൽ ചെയ്യുന്നത്? നമുക്ക് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട്, അപ്പം എൻ്റെ ചെറിയ ഫോണാണ്, വാട്സപ്പ് ഒന്നും ഇല്ലാത്ത ഫോണാണ്. എനിക്കത് കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിലൊരുപാട് സമയം കളയാനോ ഇല്ലാന്ന് വെച്ചിട്ട് ഞാൻ ശ്രമിക്കാതിരുന്നതാണ്. ഒരു ദിവസം നമുക്ക് അപ്പം എല്ലാവരും വിളിക്കുന്ന മോൻ്റെ ഫോണിൽ വിളിക്കും, വിശേഷം അന്വേഷിക്കും, തിരിച്ചു പറയും. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് ഫോൺ തന്നിട്ട് വഴക്ക് പറഞ്ഞു, നമുക്ക് വല്ലതും പറയണമെങ്കിൽ തന്നെ കുട്ടികളടുത്താണോ പറയാൻ, ഞങ്ങളെ പോലെയുള്ള തെറിയൊന്നും കേൾക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് തുടങ്ങിയത്. അപ്പം എന്നിട്ട് അത് എടുത്തന്നെ വിളിച്ച് പറഞ്ഞ് റെഡിയായിരുന്നു. അന്നേരമാണ് ഈ ശിനിഗാമിയുടെ കാര്യവും കുട്ടൻ്റെ ശിനിഗാമി, ജലധാര പമ്പുസെറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത്, ഈ ചിലർ വലിയ ആവേശത്തോടെ സിനിമയും കഥയൊക്കെ പറഞ്ഞ് ആർട്ടിസ്റ്റുകളെയൊക്കെ വിളിക്കും. ഷൂട്ടിംഗ് തീരുമ്പോൾ അവരെല്ലാം നേടിയതുപോലെ അങ്ങ് തളർന്ന് ഇരുന്നേക്കും, ഇനി അവരുടെ ജോലിയല്ലാത്ത പോലെ. പിന്നെ എന്തൊക്കെ അതിനെക്കുറിച്ച് ഊറ്റം കൊള്ളുന്നതല്ലാതെ തിയേറ്ററിൽ വരുന്നവരെ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷമാണ് ഇപ്പം പണിയുള്ളത്. അത് 100 കാര്യങ്ങളാണ്. ജനങ്ങളിങ്ങനെ തിരക്കുടിച്ച് ഓടുന്നതിടയ്ക്ക് അവരെ ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ള ഒരു വലിയ കാര്യമാണ്. അത്രയും സ്ട്രെയിൻ എടുക്കാൻ വയ്യ. അവർ പറഞ്ഞെന്തോ ചെയ്തു വെച്ച് മഹത്തര കാര്യം ഇനി എല്ലാവരും കണ്ടോളണം എന്നുള്ളൊരു ധാരണ പ്രകാരമാണ് നമുക്ക് പറഞ്ഞ പോലെ ആ സിനിമകൾ പലരും എത്താതെ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്ന, അത്രയും ഊർജ്ജമുള്ള, അങ്ങനെ സിനിമ അറിയാവുന്ന ജനങ്ങളെ ബഹുമാനിക്കുക എന്ന് തന്നെയാണ് പറയേണ്ടത്. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ചേരുമ്പോഴാണ് നമുക്കും ഒരു സമാധാനം. ചെയ്തതിൽ അർത്ഥമില്ലാതായില്ല, അർത്ഥമുണ്ടല്ലോ, അതങ്ങനെ ആയിപ്പോയല്ലോ, ഇരുട്ടത്ത് നിന്നല്ലല്ലോ കൊഞ്ഞനം കാണിച്ചത്, നേരിട്ടല്ലേ എന്നൊക്കെ പറയാൻ തോന്നുന്നത് അങ്ങനെ വരുമ്പോഴാണ്. ഇപ്പൊ സിനിമയുടെ തുടക്കത്തിൽ ഒരു സിനിമയെ സ്നേഹിക്കുന്നവർ, അല്ലെങ്കിൽ സിനിമയിൽ അപ്പോൾ ശരിക്കും ആ സ്ട്രഗിൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അതായത് സിനിമ എങ്ങനെ ഒരു ഐഡിയ ആയ മുതൽ ഒരു ഷോട്ട്, ഒരു സീൻ എങ്ങനെയാണ് അത് എടുക്കേണ്ട, ആ ഒരു സ്ട്രഗിളിങ്, അതൊരു എത്രത്തോളം ഉണ്ട് ഒരു ഐഡിക്ക് കഷ്ടപ്പാടെന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ശരിക്കും ജോമൻ ബ്രോ, അതായത് വന്ന വഴി നോക്കുമ്പോഴേക്കല്ലേ റീൽസിലൂടെ ആയാലും പിന്നീട് ഇപ്പൊ സിനിമ വന്ന് നിൽക്കുമ്പോൾ അപ്പൊ ആ ഇതൊക്കെ ഇച്ചിരി ലൈഫ് കരിയറെല്ലാം മാറും. അപ്പോൾ ആ സ്ട്രഗിൾസിന് ഇത് റിസൾട്ട് ഉണ്ടായി നിൽക്കുകയാണ്. എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? അന്നുണ്ടായ കഷ്ടപ്പാടുകൾക്ക് ഇന്ന് റിസൾട്ട് ആകും. ഇന്ന് ജോമോൻ എന്ന് പറയുമ്പോൾ ഇന്ന് ക്യാരക്ടർ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. സന്തോഷമുണ്ട് ബ്രോ, മെയിനായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുക. മുമ്പ് ഭയങ്കര കഷ്ടപ്പെട്ട് വന്നതാണ്. കണ്ടന്റ് ക്രിയേഷനിലൂടെയാണ് സിനിമയിലോട്ട് വരുന്നത്. ഇതൊക്കെ നമ്മുടെ സ്വപ്നമായിരുന്നു, ഇങ്ങനെ തിയേറ്ററിൽ വന്ന് കാണുക എന്നൊക്കെ പറയുന്ന, നല്ലൊരു വേഷം ചെയ്യുക എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹാപ്പിയാണ്. പകുതി പണിയും ജോണേട്ടനാണ് ചെയ്തിട്ടുള്ളത്. പുള്ളി പറയുന്ന പോലെ ചെയ്യുക എന്നുള്ള മാത്രമേ ഉള്ളൂ. ഹാപ്പിയാണ്. കഷ്ടപ്പെട്ടാണ് വന്നത്, അതിന്റെ റിസൾട്ടാണ് ഈ സിനിമ. ഹാപ്പിയാണ്. ഞാൻ പിള്ളേരുടെ കൂട്ടത്തിലാണ്. പ്രായമാകാനുള്ള സമയം കിട്ടിയില്ല ഇതുവരെ.
ഞാൻ ഇവരെ പോലും കൂടെയൊക്കെ തന്നെയാണ്. പിന്നെ അന്തം വിട്ടാൽ എന്തും ചെയ്യും എന്ന് പറഞ്ഞ പോലെ അങ്ങ് ചെയ്തു പോണതാ. ഉണ്ടായിരുന്നു അല്ലേ സാർ? ഉണ്ടായിരുന്നു. അത് ഇനിയിപ്പം എനിക്ക് തോന്നുന്നത് നമുക്കത് റിലീസ് കഴിഞ്ഞിട്ട് അടിപൊളിയായിരിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി പറയണമെന്നൊക്കെ ഉണ്ട്. ഞാൻ ഇത് ആക്ച്വലി ഇതിനകത്ത് ഞാൻ റോണക്സ് ആണ് സിനിമയുടെ മേക്കപ്പ് കൈകാര്യം ചെയ്തത്. ഈ ലുക്സുകൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു. എല്ലാവരുടെയും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കണം. ആ ഒരു പാറ്റേണിലാണ് എൻ്റെ ഒരു ഫിലിം മേക്കിംഗ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പം ഇവരുമൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടിരിക്കണം, ലുക്ക് അടിപൊളിയായിരിക്കണം. അതങ്ങനെ വിമലും എല്ലാവരും അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തു ഇതിൻ്റെ ഒരു ലുക്ക് ചേഞ്ച് ആയിട്ട് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യാൻ വേണ്ടി. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മേക്കപ്പിൻ്റെ കാര്യങ്ങളും എല്ലാം പ്ലാൻ ചെയ്തത്. ശരിക്കും ഈ സഹസംവിധായകരുടെ ലൈഫ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. സ്ട്രെസ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോൾ സിനിമ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു യാത്രയുണ്ടല്ലോ. ആദ്യത്തെ യാത്ര എന്ന് പറയുന്നത് അവർ സിനിമയെ കയറാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ്. കയറിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പിന്നെ അവർ സിനിമ ചെയ്യുന്നവരെ കുറേ യാത്രകളുണ്ട്. ഇപ്പം നിങ്ങളൊക്കെ എനിക്കറിയാം, നിങ്ങളൊക്കെ സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. കുറച്ചുകൂടി എല്ലാവരുമായിട്ടും ക്ലോസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഓരോ ജോബുകളും തിരഞ്ഞെടുക്കുന്നത്. പലപ്പോഴും സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആകാനായിട്ട് അവസരം കിട്ടാതെ വരുമ്പോൾ സിനിമയുടെ ഏതെങ്കിലും മേഖലകളിലൊക്കെ അവർ എൻട്രി ആവും. അങ്ങനെ പിന്നെ ആ ജീവിതം ആ മേഖലയിൽ തന്നെ അവർക്ക് തുടരേണ്ടി വരും, അവരുടെ ലൈഫിൻ്റെ സ്ട്രഗിളും മറ്റു കാര്യങ്ങളും കാരണം. ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഇവിടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് ഏതെങ്കിലും സ്ഥലത്ത് ബാറ്റ കൊടുത്തിട്ടുണ്ടോ? ഈ സിനിമകളൊക്കെ ഉണ്ടാക്കുന്ന ഡയറക്ടേഴ്സ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരികയാണ്. അപ്പോൾ അവർക്ക് കുടുംബമുണ്ട്, അവർക്ക് വീടുണ്ട്, അവരെന്തോ അടിമപ്പണി ചെയ്യാനായിട്ട് കൊണ്ട് നിർത്തിയേക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും ചീത്ത വിളിക്കും. ആ സിനിമ സെറ്റിലുള്ള മുഴുവൻ ആൾക്കാരും എന്തുണ്ടെങ്കിലും ചീത്ത വിളിക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെയാണ്. അപ്പോൾ ഞാനും അതുപോലെ ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ട്. അത് ഭയങ്കര ഇമോഷണലായിട്ടൊന്നും പറയുന്നൊന്നുമില്ല, അത് നമ്മളുടെ ജോലി തന്നെയാണ്. നമ്മൾ ആ പണിയെടുത്തേ പറ്റുള്ളൂ. അപ്പം എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം അന്നേരം മേടിക്കാൻ പൈസ എന്നും പറഞ്ഞുകൊണ്ട് അന്ന് പൈസ മേടിക്കാതിരിക്കുന്ന ആൾക്കാരാണ് ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്. കിട്ടും, നമ്മുടെ മുമ്പിൽ വരും സിനിമ, അന്ന് ഞാൻ നല്ല ശമ്പളം മേടിക്കും, ഞാൻ നല്ല പടം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവരിപ്പോഴും വർക്ക് ചെയ്യാണ്. അപ്പോൾ ഭയങ്കര സ്ട്രഗിളാണ് അത്. പിന്നെ സംവിധായകൻ്റെ കൂടെ ആയതുകൊണ്ട് അന്നമൊന്നും മുടങ്ങത്തൊന്നുമില്ല, കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകും. അപ്പം അത്രേ ഉള്ളൂ. സിനിമ ചെയ്യാനായിട്ട് കുറച്ചുകൂടി അവരെ കംഫർട്ടബിൾ ആക്കണം. അവർക്ക് ഇവിടെ വെച്ച് വെറുതെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ഒരു ബാറ്റയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്താൽ നല്ലതായിരിക്കും. ഫെഫ്ക യൂണിയനും നമ്മുടെ സംഘടനകളും എല്ലാവരും ചേർന്ന് വെച്ചാൽ അവരല്ലേ പിന്നീട് അവർക്കൊരു ഇച്ചിരി മനസ്സമാധാനം കിട്ടിക്കഴിഞ്ഞാൽ അവർ നന്നായിട്ട് എഴുതും, സിനിമയൊക്കെ ചെയ്യും. അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സാറിൻ്റെ എല്ലാ പടങ്ങൾക്കും എല്ലാ പടത്തിൻ്റെ കാസ്റ്റിങ്ങിനും ഭയങ്കര പ്രത്യേകത ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫസ്റ്റത്തെ സിനിമയാണെങ്കിലും രണ്ടാമത്തെ സിനിമയാണെങ്കിലും ഈ മൂന്നാമത്തെ സിനിമയാണെങ്കിലും എല്ലാം പുതുമുഖങ്ങളായിരിക്കും അധികവും. അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരെ ആയിരിക്കും നായകനാക്കുന്നതും. അങ്ങനത്തെ ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ ഇന്ന് ടൊവിനോ വലിയ സ്റ്റാർ ആയിരുന്നെങ്കിലും അന്ന് ടൊവിനോയ്ക്ക് അത്ര സ്റ്റാർ വാല്യൂ ഇല്ല. അപ്പം അങ്ങനത്തെ സിനിമകൾ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കാസ്റ്റിംഗ് തിരഞ്ഞെടുപ്പ് ഒരു വലിയ റിസ്ക്കും കൂടിയാണ്. ഒരു റിസ്ക് എലമെൻറ്റും കൂടി ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സിനിമ നന്നായിട്ട് ഇപ്പോൾ വലിയ സ്റ്റാർസ് ഉണ്ടെങ്കിൽ ആൾക്കാർ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ ഒ ടി ടിയിൽ പോകണമെങ്കിൽ സ്റ്റാർ വാല്യൂ ആയിരിക്കും കൂടുതൽ നോക്കുക. ഇങ്ങനത്തെ ഒരു റിസ്ക് എടുക്കുന്നത് അത് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ അതോ അതായത് വലിയൊരു റിസ്ക് എലമെന്റ് കൂടി അതിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആ റിസ്ക് എടുക്കുകയും ചെയ്യും, അത് അനുഭവിച്ച് തീർക്കുക നമ്മൾ തന്നെയായിരിക്കും. അതെ, ഒറ്റയ്ക്കായിരിക്കും റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. പക്ഷെ അങ്ങനത്തെ സിനിമകൾ ഓടിയിട്ടില്ലല്ലോ, ആരും കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനത്തെ സിനിമകൾ ടി വിയിൽ വരുമ്പോൾ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു, നല്ല സിനിമയാണെന്ന് പറയുന്നു. പക്ഷെ ആ സമയത്ത് അതിന് വേണ്ട വാല്യൂ കിട്ടാതെ വന്നിട്ടുണ്ട്. അതൊന്നും നോക്കണ്ടോ, സിനിമയല്ലേ, അത് കാണുമ്പം കിട്ടും അതിൻ്റെ വാല്യൂ. അതിപ്പം ഇവിടെ തന്നെ ഇരുന്ന് 100 കോടി 50 കോടിയും മറ്റേ ക്ലബും പരിപാടി അതൊന്നുമില്ല. സിനിമ എന്ന് പറയുന്നത് അതിങ്ങനെ നിങ്ങൾ കണ്ടല്ലോ ചിത്രം, അത് സ്വീകരിക്കും, ചിലപ്പം വർക്കാവത്തില്ല, ചിലപ്പം വർക്കാവും. അതൊക്കെ അതിൻ്റെ വിധിക്ക് വിട്ടുകൊടുക്കുക, നമ്മളത് ഇഷ്ടപ്പെട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. നല്ല
നല്ല സിനിമയായിരുന്നു. മാത്രമല്ല ഇതിന്റെ കാസ്റ്റിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ജോമോന്റെ. കാരണം എനിക്ക് ഇപ്പോഴത്തെ യങ് ആക്ടേഴ്സിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ് ജോമോൻ. ജോമോന്റെ ആക്ടിങ് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഇപ്പോൾ ഏത് സിനിമ കാണുമ്പോൾ ജോമോന്റെ ആക്ടിങ് എപ്പോഴും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കും, ഭയങ്കര നാച്ചുറൽ ആയിരിക്കും. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ജോമോന്റെ ഭയങ്കര ഫാനായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ജോമോനെ നല്ലൊരു കഥാപാത്രം ചെയ്യണം, നല്ല ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കോമഡി, അതല്ലാതെ നല്ല സീരിയസ് ആയിട്ടുള്ള ഒരു റോള്, നല്ലൊരു റോള് കാണണമെന്നുണ്ടായിരുന്നു. അതിനെന്തായാലും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ചേട്ടൻ്റെ ആക്ടിങ്, ഇപ്പോൾ ഈ സിനിമ തുടങ്ങിയ സമയത്ത് ഇന്ദ്രൻ ചേട്ടനെ തന്നെയായിരുന്നു ആ കഥാപാത്രമായിട്ട് കാസ്റ്റ് ചെയ്യുന്ന ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു സാർ. അതെ, ഇന്ദ്രൻ ചേട്ടനെ മനസ്സിൽ കണ്ടിട്ടായിരുന്നു ആ കഥാപാത്രം എഴുതിയത്. അതെ അതെ. അത് ആദ്യം കുറച്ച് വലിയ സിനിമയൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാൻ ഉണ്ടായിരുന്നതാണ്. പക്ഷെ നല്ല സിനിമയായിട്ട് പ്ലാൻ ചെയ്യാന്ന് വിചാരിച്ചു. ശോഭ സാർ.